വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ഇതാദ്യമായി 3 ചരക്ക് കപ്പലുകൾ അടുക്കുമ്പോൾ ചർച്ചയാകുന്നത് തുറമുഖത്തിന്റെ ലോകോത്തര നിലവാരം. ഈ 3 കപ്പലുകളുടെ വരവ് വിഴിഞ്ഞത്തിന് വലിയ പ്രതീക്ഷയായി മാറും. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ 3 ഫീഡർ കപ്പലുകളാണ് തുറമുഖത്ത് അടുപ്പിച്ചത്. ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡ തുറമുഖത്തു നിന്നെത്തിയ ടൈഗർ, ബംഗ്ലാദേശിൽ നിന്നെത്തിയ സുജിൻ, സോമിൻ എന്നീ കപ്പലുകളാണ് ഞായറാഴ്ച വൈകിട്ടോടെ തുറമുഖത്ത് അടുപ്പിച്ചത്. പുറം കടലിലെത്തിയ കപ്പലുകളെ ഞായറാഴ്ച ഉച്ചയോടെയാണ് ഘട്ടം ഘട്ടമായി ടഗുകളുടെ സഹായത്തോടെ ബെർത്തിൽ അടുപ്പിച്ചത്. തുറമുഖത്ത് പൂർത്തിയായ 800 മീറ്റർ ബെർത്തിന്റെ 700 മീറ്ററും ഉപയോഗിച്ചു. ഇതോടെ തുറമുഖം എല്ലാ അർത്ഥത്തിലും പ്രവർത്തന സജ്ജമാണെന്ന് വ്യക്തമാവുകയാണ്. 7 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുടെ സഹായത്തോടെ കപ്പലുകളിൽ നിന്നുള്ള കണ്ടെയ്നറുകളുടെ നീക്കവും നടത്തി. ഇവിടെ നിന്ന് കണ്ടെയ്നറുകളും കയറ്റിയാകും ഈ കപ്പലുകളുടെ മടക്കം. കഴിഞ്ഞ 2 മാസം മുൻപ് 2 കപ്പലുകളെ ഒരേ സമയം അടുപ്പിച്ച് ചരക്കുനീക്കം നടത്തിയിരുന്നു. MSCയുടെ ടൈഗർ, സുജിൻ, സോമിൻ എന്നീ ഫീഡർ കപ്പലുകളാണ് അടുപ്പിച്ചത്. ഇത് വലിയ വിജയമായ സാഹചര്യത്തിലാണ് 3 കപ്പലുകളെ എത്തിച്ചത്. സിംഗപ്പൂർ എന്ന ചെറുരാജ്യത്തെ വികസിതമാക്കിയതിൽ പ്രധാന പങ്കുവഹിച്ചത് അവിടുത്തെ തുറമുഖമായിരുന്നു. കേരളവും ആ വഴിയിലെത്താനാണ് വിഴിഞ്ഞത്തിലൂടെ ആഗ്രഹിക്കുന്നത്. ജൂലൈ 11-ന് ട്രയൽ റൺ ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖത്ത് ഇതിനോടകം എത്തിയ കപ്പലുകളുടെ എണ്ണം 100 കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് ദിനത്തിലാണ് വിഴിഞ്ഞത്ത് 100ാമത്തെ കപ്പൽ എത്തിയത്. ഡിസംബർ 27 വരെ 102 കപ്പലുകളാണ് വിഴിഞ്ഞത്തെത്തിയത്. വിഴിഞ്ഞത്തെ ചരക്കുനീക്കം 2 ലക്ഷം ടൺ എന്ന നേട്ടവും കൈവരിച്ചു. ഡിസംബർ 3 മുതലാണ് വിഴിഞ്ഞം തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. 22 ദിവസത്തിനുള്ളിൽ 30 കപ്പലുകളാണ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത്. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ഉദ്ഘാടനം ഇനിയും നടന്നിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ VGF സഹായത്തിലെ ഇരട്ടത്താപ്പാണ് ഇതിന് കാരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ VGFൽ അനുകൂല തീരുമാനം ഇല്ലെങ്കിൽ വിളിക്കില്ലെന്നാണ് സംസ്ഥാന സർക്കാരിലെ പൊതുവികാരം. പുതിയ ലൊക്കേഷൻ കോഡ് വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിച്ചിരുന്നു. ഇന്ത്യ, തിരുവനന്തപുരം ജില്ല എന്നിവയുടെ ചുരുക്കെഴുത്ത് ചേർത്ത് INTRV 01 എന്ന കോഡാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിച്ചത്. ഒട്ടേറെ സവിശേഷതകളാണ് വിഴിഞ്ഞം തുറമുഖത്തിനുള്ളത്. തീരത്തോട് ചേർന്ന് നല്ല ആഴമുള്ളതിനാൽ വൻ കപ്പലുകൾക്കും തുറമുഖത്ത് നങ്കൂരമിടാനാകുമെന്നതാണ് ഇതിൽ പ്രധാനം. അതിനാൽ വിഴിഞ്ഞം പ്രകൃതിദത്ത തുറമുഖമായാണ് അറിയപ്പെടുന്നത്. കൂടാതെ അന്താരാഷ്ട്ര കപ്പൽ പാതയോട് ചേർന്ന് കിടക്കുന്നുവെന്നതാണ് വിഴിഞ്ഞത്തിന് വലിയ സാധ്യത കൽപ്പിക്കാനുള്ള മറ്റൊരു കാരണം. ഇതുകൊണ്ട് തന്നെ സൂയസ് കനാലിലൂടെ ഒരു വർഷം കടന്നുപോകുന്ന ഏകദേശം 20,000 കപ്പലുകളിൽ 50% വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടുമെന്നാണ് പ്രതീക്ഷ. തെക്കേ ഇന്ത്യയിലേക്കുള്ള ചരക്കുമായി കൊളംബോയിൽ നങ്കൂരമിടുന്ന വൻ കപ്പലുകളിൽ ചിലത് വിഴിഞ്ഞത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. വിഴിഞ്ഞം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ കൊളംബോ, ദുബായ്, സിംഗപ്പൂർ തുടങ്ങിയ ലോകത്തെ തന്നെ വലിയ തുറമുഖങ്ങൾക്കൊപ്പം ഇത് മാറും. കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ ആകെ വരുമാനം വർദ്ധിപ്പിക്കാനും വലിയ തോതിലുള്ള വികസനം കൊണ്ടുവരാനും സഹായിക്കും. വിഴിഞ്ഞം പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നതോടെ ചരക്കു നീക്കത്തിലൂടെ രാജ്യത്തിന് പ്രതിവർഷം $100 മില്യൺ ലാഭിക്കാനാകും.